ഞാനിപ്പോൾ ഇരിക്കുന്നത് ക്ലാസിക് ഫോർട്ട് ഹോട്ടലിലാണ്. ഇന്നിവിടെ സംഭവിക്കാൻ പോകുന്നത് ഒരു നിഷ്കളങ്കനായ ഭർത്താവിനെ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരു ചെറുപ്പക്കാരിയിൽ നിന്നും ഭർത്താവിനെ രക്ഷിക്കാൻ വേണ്ടി ഒരു ഭാര്യ നടത്തുന്ന അതിക്രൂരമായ ഒരു ചെറുത്തുനിൽപ്പിൻ്റെ കഥയാണ്. ഇപ്പോൾ ചെറുതായിട്ടുണ്ടോന്നൊരു സംശയം. എന്റെ വൈഫാണ്. പൂനെയിലുണ്ടായിരുന്നു കൊറേ കാലം കണ്ടിട്ട്. ഇവിടെ ഓഡിഷൻ വന്നാണോ? ആ അത് ശരി. കൊറേ കൊല്ലായില്ലേ? പൂനെയിലുണ്ടായതാണ്. പൂനെയിൽ എനിക്കില്ലേ സർപ്രൈസ്, ഞാൻ ടെൻഷൻ അടിച്ചു വരുമായിരുന്നു. ഞാൻ ലേറ്റായി. മേക്കപ്പിന് വേണ്ടി എന്നാവല്ലോ പുതിയ എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല നീ ഇത്ര ഫോർമൽ ആയിട്ടിരിക്കുന്നത്. അതാണ് എനിക്ക് ഡൗട്ട്. ആളോ എനിക്കങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഇല്ല, ഫ്രണ്ട്സായിട്ട് ഭയങ്കര ടോക്ക്. ഇത് പെട്ടെന്ന് കണ്ടാറിനായിരിക്കും ചിലപ്പോൾ. അതെനിക്ക് ഡൗട്ട്. നമ്മളവിടെ പൊളിച്ചെറിഞ്ഞ് നടന്ന ആൾക്കാരല്ലേ. എനിക്കങ്ങനെ പ്രശ്നമൊന്നുമില്ല. എന്നത് എവിടെയാ താമസിക്കുന്നത്? കാക്കനാട് തന്നെ. ഒറ്റക്ക് താമസിക്കുന്നത്. ചെറിയ കച്ചവടമൊക്കെ ആയിട്ട് ഇങ്ങനെ പോകും. ഞാൻ ഈ ചോക്ലേറ്റ്സിന്റെ ഒക്കെ ഒരു മാനുഫാക്ചറിങ് ഫേമാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓ തരാലോ. ഒന്നും പറയണ്ട. ശരിയാവും. കുഴപ്പമില്ല. ഓക്കെ. ടെൻഷനൊന്നുമില്ല. ഉത്തമ കുടുംബിനിയിലേക്ക് സ്വാഗതം. കുടുംബ ബന്ധങ്ങളിലെ മൂല്യശോഷണത്തിൽ കാലഘട്ടത്തിലൂടെയാണ് ഇന്ന് നാം കടന്നു പോകുന്നത്. ഉത്തമ കുടുംബിനിയിലേക്ക് സ്വാഗതം. കുടുംബ ബന്ധങ്ങളിലെ പ്രധാനം ശരിയാകും, എനിക്ക് ഉറപ്പുണ്ട്.
ടെൻഷൻ അടിക്കണ്ടേ? ഇല്ല 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 ഓക്കെ ഒരു പ്രാവശ്യം കൂടെ. ഓക്കെ ഓക്കെ. പണ്ട് എല്ലാവരും കൊള്ളിയായിരുന്നു. അല്ലല്ല ഒന്നുമില്ല. നിനക്ക് ഇതുപോലെ തന്നെ പറയേണ്ടി വരില്ലേ? അതെയാ, അത്ര കോൺഫിഡൻറ്റാ? കൂട്ടുന്ന പുതിയ തലമുറയും ഇടയിൽ കൊടിത്തിരി വെളിച്ചത്തിൻ്റെയും പ്രാധാന്യം അവിടെ പോയിരുന്നത് അവളെ കെട്ടിപ്പിടിച്ചിരുന്ന വെച്ചാൽ ഞാൻ കണ്ടു. എനിക്ക് അതിൻ്റെ സങ്കടമാണ്. എനിക്ക് ഞാൻ കണ്ടു, എനിക്ക് മനസ്സിലായി. ഇതിനിടയിൽ കൂടി ഇത്തിരി വെളിച്ചത്തിൻ്റെ പ്രാധാന്യങ്ങൾ ചെല്ല് പഠിക്കട്ടെ. ഇതിനിടയിൽ കൂടി ഞാൻ കണ്ടു. ഇതിനിടയിൽ മിണ്ടാണ്ടി ഒന്ന് അവിടെ പോയിരിക്കുക. ചെറിയ വെളിച്ചത്തിൻ്റെ ഇല്ല, നീ മിണ്ടു, നീ കെട്ടിപ്പിടിച്ചിരിക്കും. എൻ്റെ മുമ്പിൽ തന്നെ ഇങ്ങനെ ഇതിനിടയിൽ കൂടി ഇത്തിരി വെളിച്ചത്തിൻ്റെ ഇത്രയല്ലോ പഠിക്കാൻ വേണ്ടി. അവരോട് പതുക്കെ സംസാരിക്കാൻ പറ. അപ്പുറത്ത് സംസാരിക്കാം. പതുക്കെ സംസാരിക്കാം. നിങ്ങളൊന്ന് പതുക്കെ സംസാരിക്കാം. ഉത്തമ കുടുംബിനിയിലേക്ക് സ്വാഗതം. കുടുംബ ബന്ധങ്ങളിലെ മൂല്യശോഷണത്തിൻ്റെ കാലഘട്ടത്തിലൂടെയാണ് ഇന്ന് നാം കടന്നു പോകുന്നത്. ചിതറിയ ബന്ധനങ്ങളെ, അറ്റുപോയ കണ്ണികളെ കൂട്ടിയോജിപ്പിക്കാൻ ശ്രമിക്കുന്ന പഴയ തലമുറയെയും എന്നാൽ മൂല്യച്യുതിയിലേക്ക് കൂപ്പുകുത്തുന്ന പുതിയ തലമുറയും ഒരുമിച്ച് ചേരുന്ന ഒരു പ്രകേളിയാണ് ഇന്നത്തെ കുടുംബങ്ങൾ. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഉത്തമ കുടുംബിനിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കുഴപ്പമില്ല, ഞാൻ ഉദ്ദേശിച്ച ലെവലിലേക്ക് ആവുന്നുണ്ട്. നോക്കട്ടെ. ഓക്കെ ഓക്കെ. ഫോട്ടോ എടുക്കണം. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കൂ. ഓഡീഷൻ ഒന്നല്ലേ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്ന ആ ആർട്ടിസ്റ്റിനും ബുദ്ധിമുട്ടാവും. പിന്നെ നിങ്ങൾക്ക് മുൻപ് കണ്ട ഫ്രണ്ടാണെങ്കിൽ എന്താ പേരെന്താ? ക്ഷമ. ഇനി തുടർന്ന് അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ കാര്യങ്ങൾ? ഇല്ല പറഞ്ഞില്ല. ഓരോ ഫോട്ടോ എടുപ്പൊക്കെ ഒന്നുമില്ല. അവർക്ക് ദേഷ്യം വരും. എനിക്കുണ്ട്. എനിക്ക് വേണ്ടിയിട്ടാണ് വന്നേക്കണം. നീ നിൻ്റെ ഫ്രണ്ടിനെ കെട്ടിപ്പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടെല്ലാം കൂടെ വന്നു. ഉത്തമ കുടുംബിനിയിലേക്ക് സ്വാഗതം. സർ അവിടെ ഇരുന്ന് പഠിക്കട്ടെ. താങ്ക് യു സർ. എൻ്റെ പഴയ ഫ്രണ്ടാ. മനസ്സിലായി. പഠിക്കണേൻ്റെ ഡിസ്റ്റർബൻസ് അവിടെ പോയിരുന്നു. അങ്ങോട്ടും അവിടെ പോയിരിക്കാൻ പറയും. ഇപ്പുറത്തേക്ക് ഇരിക്കുക. നീ ഇപ്പുറത്തേക്ക് ഇരിക്കുക. അതിൻ്റെ അടുത്ത് അവിടെ പോയിരിക്കും. വീണ്ടും അവിടെ പോയിരിക്കുന്നതാണ്.
ഞാൻ അവിടെ പോയിരുന്നു എനിക്ക് പഠിക്കാൻ പറ്റില്ല. ഞാൻ അവിടെ ഇരിക്കട്ടെ. ഇല്ല, അവർ വഴക്ക് പറയുന്നുണ്ട്. അത് സാറില്ല, അവിടെ ഇരുന്ന കുഴപ്പമില്ല. ഇല്ലല്ല, കുഴപ്പമില്ല. ചെവി കാണിക്കാണ്ടിരിക്കുക കുറച്ച് നേരം. അതല്ല ഞാൻ പ്രശ്നമാക്കുന്ന അവർ പറയുന്നത്. അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാമല്ലോ. എനിക്കറിയാം, അതിനെ എനിക്ക് സംശയിക്കാൻ ഇല്ല, ഇപ്പോൾ ഒട്ടുമില്ല. കണ്ടു, കാലും കയ്യും എല്ലാം കാണിച്ചിട്ടുണ്ട്. ചെവി ഇല്ല, ഇല്ല. എപ്പോഴെങ്കിലും അങ്ങനെ അങ്ങനെ കാണിച്ചിട്ടുണ്ടോ? ഇപ്പൊ കണ്ടു. അത് പഠിക്കാൻ പാടാ അതിൻ്റെ അടുത്ത്. മിണ്ടാണ്ടിരിക്കുക. ഞാനൊരു സീൻ ക്രിയേറ്റ് ചെയ്യണമെന്ന് മിണ്ടാണ്ടിരിക്കുക. മിണ്ടാണ്ടിരിക്കുക. അതൊന്ന് കഴിഞ്ഞോട്ടെ. പക്ഷെ എല്ലാവരും ശ്രദ്ധിക്കും നമ്മൾ സംസാരിക്കേണ്ടത്. മിണ്ടാണ്ടിരിക്കുന്നു. ഒരു പ്രോഗ്രാം ചെയ്യുന്നതിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് ആക്കല്ല. അവർക്ക് അങ്ങനെയല്ല പഠിക്കാൻ തന്നെ. അതിനായിട്ട് എനിക്ക് പ്രോബ്ലം ഒന്നും ഇല്ലായിരുന്നു. ഞാൻ പ്രിപ്പയറായി വന്നതാണ്. പക്ഷേ ഇവനെ കണ്ടപ്പോൾ കംപ്ലീറ്റ് പോയി. ശരിയാവും. അഗ്നിപർവതം പുകഞ്ഞു, ഭൂചക്രവാളങ്ങൾ ചുവന്നു, മൃത്യുവിൻ്റെ ഗുഹയിൽ പുതിയൊരു രക്തപുഷ്പം വിടർന്നു. അഗ്നിപർവതം പുകഞ്ഞു. വെളിവിട്ടിരുന്നോ അറിയില്ലല്ലോ. മനസ്സിലായി. ഇവിടെ ഒന്നും ചെയ്തില്ല. നീ ഒന്നും ചെയ്തില്ല. ചെവി കാണിച്ചു കൊടുത്തു, ഫോട്ടോ കാണിച്ചു കൊടുത്തു, പിന്നെ നീ വേറെ ഒന്നും ചെയ്തില്ല. നീ ഒന്നും ചെയ്തില്ല. നീ അല്ല ചെയ്തിട്ട് നീ ഫോട്ടോസ് കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ആവശ്യം ഫോട്ടോയില. ഞാൻ അവിടെ പെർഫോം ചെയ്യാൻ വേണ്ടി വന്നിരുന്നു. ഞാൻ അവിടെ ഒറ്റയ്ക്ക് വന്നിരുന്നപ്പോൾ നീ അവളുടെ കൂടെ ഫോട്ടോ, എൻ്റെ കൂടെയല്ലേ നീ വന്നത്, അവളുടെ കൂടെയാണോ വന്നത്? കഴുക കഴുക ഹേ കഴുക, കറുത്ത ചിറകുമായി താണു പറന്നി കനലിനെ കൂട്ടിൽ നിന്നെടുത്തുകൊള്ളൂ. ഞാനത്ര പൊസസീവാണെന്ന് നിനക്കറിയാം. എൻ്റെ മുമ്പിൽ നീ ഇത്രയും കാണിച്ചെങ്കിലും എന്തില്ല. അവര് പറയുന്നു നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നത് അവരുടെ അടുത്ത് മിണ്ടാണ്ട് പോലെ എന്തെന്നാ അവർ രണ്ടുപേരും ഒച്ച ഉണ്ടായിക്കൊണ്ട് ഇവിടെ പെർഫോം ചെയ്യുന്ന അവിടെ സംസാരിച്ചു കൊടുക്കുന്നു. അപ്പം നീ അവളുടെ അടുത്ത് പറഞ്ഞു ഞാൻ ഒന്ന് കാണട്ടെ, അല്ലെങ്കിൽ നീ മാറിയിരിക്കാൻ എന്താ അവളായിട്ട്? പിന്നെ അതോടുകൂടി തീർന്നു. ഞാൻ തൂങ്ങി മരിച്ച് നിന്നെ കൊല്ലും, ഞാനും ചാവും. നിനക്ക് ചിരി വരുന്നത് എനിക്കെന്താ പറയണ്ടെന്ന് അറിയില്ല. ഓക്കെ, എനിക്കൊന്നും പറയാനില്ല. എന്നെ തൊടല്ലേ എനിക്ക് തൊടാൻ പറ്റൂ. നീ അവളെ പോയി തൊടും. നീ തൊട്ടല്ലോ അവളെ. ഞാൻ തൊട്ടിട്ടില്ല. ചെവിയെല്ലാം കാണിച്ചു കൊടുത്തല്ലോ, സീക്രട്ട് പറയും. ഞാൻ കണ്ടല്ലോ, ചെവി കാണിച്ചു കൊടുത്ത് ഞാൻ കണ്ടല്ലോ. ചെവി കാണിച്ചു പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നീ എന്തിനു ചെവി കാണിച്ചു കൊടുത്തു? ഇങ്ങനെ പറയുമ്പോൾ ഞാൻ പിന്നെ ചെവി കാണിക്കേണ്ട. അവിടെ പ്രോഗ്രാം നടക്കും. ഞാൻ 2-3 പ്രാവശ്യം നോക്കി. എൻ്റെ കാര്യം നടക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങളെവിടെ ചെവിയിൽ സീക്രട്ട് പാസ് ചെയ്ത് തുറക്കാം. ഫോട്ടോ ഉണ്ടല്ലോ. അവള് പറയുമ്പോ എനിക്ക് ചെവി കാണിച്ചു. അത്ര എന്തിന് എല്ലാവരും നോക്കിക്കൊണ്ട് വെക്കും. എനിക്കൊട്ടും വിഷമമില്ല. എല്ലാവരും നോക്കി ആ കാരണം മേക്കപ്പിട്ട് എന്നൊക്കെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. എനിക്ക് നാണക്കേടില്ല, അങ്ങേ നാണക്കേടാ എൻ്റെ ഭർത്താവ്. ഇത് കാരണം പ്രശ്നമായല്ലേ? ദീപ് കാരണം പ്രശ്നമായ? അതൊന്നും പറയാൻ പറ്റില്ല. കുറേ കാലത്തിന് ശേഷം കണ്ടപ്പോൾ എനിക്കാകെ ടെൻഷനായി.
നിങ്ങൾ അവിടുന്ന് സംസാരിക്കുമ്പോൾ അയാൾക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ടായി. പക്ഷെ എന്താ വെച്ചാൽ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം. പുറത്തേക്ക് അല്ല അങ്ങനെയല്ല ആക്ടിവേഷൻ. ഒരു ചെറിയൊരു എല്ലാരും ലാസ്റ്റ് എന്താ പറയുക നമ്മളെ കൺഫ്യൂഷൻ ആക്കി വേണം പറയാം. നല്ലൊരു പ്രേക്ഷകൻ എന്നുള്ള എനിക്ക് പറയാൻ ആരുടെ പെർഫോമൻസ് ശരിക്കും പറയാം. ഞാൻ ഇതായിട്ട് പറയില്ല, ആരുടെ പെർഫോമൻസ് ആയിരുന്നു കൂടുതലും ഒരു ഇതിപ്പോ സത്യസന്ധമായിട്ട് അങ്ങനെ പറയണമെന്ന് പറഞ്ഞാൽ ഇപ്പോ എവിടെയോ പാളിയമായി തോന്നുന്നുണ്ടോ? ഉണ്ട് കുറച്ച് ആണോ? സവിതേന്റെ കുറച്ച് എവിടെയോ അത് കറക്റ്റ് ഫ്ലോ കിട്ടുന്നില്ല എന്നുള്ളൊരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് ക്ഷമ കുഴപ്പമില്ലാതെ അതെ അതെ ആങ്കറിങ് എന്ന് പറയുമ്പോൾ ഇതുപോലെ ആകുമ്പോൾ കുഴപ്പമുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നിങ്ങൾ എനിക്കറിയില്ല. പറഞ്ഞത് കറക്റ്റാണ്. എവിടെയോ ഒരു ചെറിയൊരു ഒരു ഇതാണ്. സോ ഓൾ ദ ബെസ്റ്റ് രണ്ടുപേർക്കും. താങ്ക് യു സോ മച്ച്. ക്ഷമ ഒരു മിനിറ്റ് ഒരു സന്തോഷമായി അതും പറഞ്ഞപ്പോൾ. അങ്ങനെയല്ല, അതന്നെ ആയിക്കോട്ടെ. സോറി. സന്തോഷമായത് മീൻസ് അവളെ സപ്പോർട്ട് ചെയ്തതിന് കുഴപ്പമില്ല. എന്നാൽ പോവാം. നല്ല ദിവസം. താങ്ക് യു, എല്ലാം കൊണ്ടും താങ്ക് യു. ഞാൻ വിചാരിച്ചില്ല നീ അവളെ സപ്പോർട്ട് ചെയ്ത് പറയുന്നു. ആങ്കറിങ് എന്ന് പറയുമ്പോൾ ഒരു ഇതായിട്ട് പറഞ്ഞു. ട്രൂ ആയിരുന്നു. അപ്പോൾ അത് ആങ്കറിങ് എന്ന് പറയുമ്പോൾ അവളെ പോലെ ആയിരിക്കണം അല്ലേ? ഞാൻ പറഞ്ഞ് മനസ്സിലായിപ്പിച്ചു തരാം, പേടിക്കണ്ട. എന്തിനാ പേടിക്കണ്ട. ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ വേണമെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്ത് ടി വി ആക്കാം. ഇത് പിന്നെ ദുബായിലുള്ള ചേച്ചി ആരൊക്കെ കയ്യെല്ലാം മാന്തി പൊളിച്ച് ഇത് ചെയ്യരുത്. ചെയ്യരുതെന്നല്ലേ അത് ചേച്ചിമാര് പറഞ്ഞത് കരയിപ്പിക്കണമെന്നാണ്. താങ്ക് യു. ബെസ്റ്റ്. ഞാൻ ലാസ്റ്റ് മിനിറ്റ് എന്നെ സപ്പോർട്ട് ചെയ്യേണ്ടിരുന്നത്. ഞാനിവര് പറഞ്ഞു കൊടുത്ത പോലെ ചെയ്തേ ഉള്ളൂ. അഭിനയൊന്നും അല്ലായിരുന്നു. കറക്റ്റ്. സോറി ക്ഷമ. നിർത്തും മതി പ്ലീസ്. ദേഷ്യം പിടിച്ചാൽ എനിക്ക് കൺട്രോളില്ല. ഞാൻ എന്തും ചെയ്യും. താങ്ക് യു. ഓക്കെ, അപ്പൊ ഇനി ഫ്ലോറിൽ കാണാം. ശരി.